തോമസ് ഐസക്കാണോ MV ഗോവിന്ദനാണോ പാർട്ടി നടപടി നേരിടാൻ പോകുന്നത്? കാരണം ലണ്ടനിലെ വ്യവസായിയോ എന്തോ ഏർപ്പാടൊക്കെയുള്ള ആൾ CPM-ൻ്റെ അവിടുത്തെ ഘടകത്തിൻ്റെ നേതാവാണെന്നാണ് പറയുന്നത്. അവിടെ ലണ്ടനിൽ UK ഘടകമുണ്ടെന്ന് ഇപ്പോഴും നമ്മൾ അറിയുന്നത്. അവിടെ വിപ്ലവം നടത്താനുള്ള ഘടകം, അതിൻ്റെ നേതാവ് ചില ഇടപാടുകൾ നടത്തിയതിൻ്റെ വാർത്തകളൊക്കെ പുറത്തു വരുന്നുണ്ട്. വലിയ അഴിമതി ഒക്കെ ഉണ്ടെന്നാണ് മനോരമയും മാതൃഭൂമിയും പറയുന്നത്. എന്താ ഈ യഥാർത്ഥത്തിൽ എന്താ സംഭവം? ഇത് ഈ ലണ്ടനിലെ ഘടകം എന്ന് പറഞ്ഞുകൊണ്ട് അത് പറയാം. അവർ ഈ മസാല ബോണ്ടിനൊക്കെ പിണറായിയെ കൊണ്ടുപോയത് ഈ രാജേഷ് കൃഷ്ണനാണ്. അത് ഐസക്കുമായിട്ട് വലിയ ബന്ധമുള്ളതുകൊണ്ടാണ്. മസാല ബോണ്ട് ഈവൺ അതർവൈസ് വലിയ സംശയാസ്പദമാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ SNC ലാവലിന്റെ സബ്സിഡിയറീസ് ആണ് ഈ മസാല ബോണ്ട് 90% വാങ്ങിച്ചിരിക്കുന്നത്. അപ്പൊ SNC ലാവലിന്റെ സാന്നിധ്യമാണ് ആ മസാല ബോണ്ടിലുള്ളത്. അത് വലിയ അന്വേഷണം മസാല ബോണ്ടിനെ പറ്റി വേണ്ടതാണ്. സാധാരണ പലിശ കുറച്ചുകൂടിയൊക്കെ കുറഞ്ഞൊക്കെ ചെയ്യാവുമ്പോൾ നമ്മൾ അങ്ങോട്ട് പലിശ കൂടുതൽ കൊടുത്തിട്ടാണല്ലോ കൂടുതൽ തരാം എന്ന് പറഞ്ഞില്ല അങ്ങോട്ട് ചെന്നിരിക്കുന്നത്. അപ്പൊ മസാല ബോണ്ട് കൂടുതലും വാങ്ങിച്ചിരിക്കുന്ന SNC ലാവലിൻ അവർ കാനഡയിലൊക്കെ നടത്തുന്ന പെൻഷൻ ഫണ്ടൊക്കെ ഉണ്ട്. അങ്ങനത്തെ കമ്പനികളാണ് അതിൽ ഇടപെട്ടിരിക്കുന്നതും അതിൻ്റെ സബ്സ്ക്രൈബേഴ്സും ഒക്കെ ആയിട്ട് വന്നിരിക്കുന്നത്. മസാല ബോണ്ട് പൊതുവെ അതിനെപ്പറ്റി വലിയ അന്വേഷണം വേണ്ടതാണ്. അത് കേന്ദ്രം നടത്തേണ്ടതാണ്. ഇത് അസോസിയേഷൻ ഓഫ് ഇന്ത്യൻ കമ്മ്യൂണിറ്റ്സ് AIC. അതാണ് AIC. ഞാൻ AIC എന്ന് കേട്ടപ്പോൾ എനിക്ക് അതിൻ്റെ ഫുൾ ഫോം എന്താണെന്ന് മനസ്സിലായില്ല. AIC എന്ന് പറയുന്ന അസോസിയേഷൻ ഓഫ് ഇന്ത്യൻ കമ്മ്യൂണിറ്റ്സ്. അതാണ് CPM-ന്റെ UK-ലെ ഘടകം. UK-യിലെയും അയർലൻഡിലെയും CPM-ന്റെ ഘടകമാണ്. അയർലൻഡ് വേറെ സ്ഥലമാണല്ലോ. അപ്പോൾ അത് ഈ AIC-യുടെ മുൻ ജനറൽ സെക്രട്ടറി ഹർസേവ് ബെയിൻസ് എന്ന് പറഞ്ഞ പഞ്ചാബിയാണ്. ഹർസേവ് ബെയിൻസ് എന്ന് പറയുന്ന ആളുടെ വലിയ അടുപ്പക്കാരനാണ് രാജേഷ് കൃഷ്ണൻ. ഹർസേവ് ബെയിൻസ് എന്ന് പറയുന്ന ആള് ഹർകിഷൻ സിംഗ് സുർജിത്തിന്റെ അടുത്ത ബന്ധുവാണ്. മുൻ ജനറൽ സെക്രട്ടറി ഒക്കെ ആയിരുന്ന അവിടെ തലപ്പാവുകാരൻ. അതെ, അദ്ദേഹം ലാവലിനെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് സുർജിത്താണെന്നാണല്ലോ. പുള്ളിയുടെ മകന്റെ ഇടപാടൊക്കെയാണ്. ജലന്ധറിൽ മകന് ഹോട്ടലുണ്ട് എന്നൊക്കെ പറയാറുണ്ടല്ലോ. കാനഡയിലാണെങ്കിൽ സിഖുകാർ ധാരാളം ഉണ്ട് താനും. ഒരു വിശ്വാസയോഗ്യമായ കഥയാണ്. അപ്പൊ ഈ ഹർസേവ് ബെയിൻസ് മധുരയില് ഈ AIC-യുടെ പ്രതിനിധി എന്നുള്ളതിലേക്ക് ബെയിൻസ് മധുരയില് പാർട്ടി കോൺഗ്രസ് പ്രതിനിധിയായിട്ട് വരുന്നുണ്ടായിരുന്നു. അപ്പൊ ബെയിൻസിനെ ചാരിക്കൊണ്ടാണ് രാജേഷ് കൃഷ്ണൻ അവിടെ വരുന്നത്. പക്ഷെ രാജേഷ് കൃഷ്ണൻ അവിടെ വരുന്നു എന്നൊക്കെ കണ്ടപ്പോൾ തലേന്ന് തന്നെ ഈ CC അടിയന്തരമായിട്ട് കൂടണം എന്ന് PB അംഗം അശോക് ദാവ്ളെ അവിടെ നിർബന്ധിച്ചു. അങ്ങനെ തലേന്ന് തന്നെ ഒരു അടിയന്തര CC എന്ന് പറഞ്ഞാൽ വലിയ ബോഡി. അപ്പോൾ എല്ലാവരും അവിടെ ഉണ്ടല്ലോ, കോൺഗ്രസിന് വരുമല്ലോ. അതിൻ്റെ അകത്ത് അശോക് ദാവ്ളെ ഇത് അവതരിപ്പിക്കുന്നു. അശോക് ദാവ്ളെ ഇത് എങ്ങനെ അവതരിപ്പിച്ചു എന്ന് ചോദിച്ചാൽ, ഈ അസോസിയേഷൻ ഓഫ് ഇന്ത്യൻ കമ്മ്യൂണിറ്റ്സ് എന്ന് പറഞ്ഞ UK അയർലൻഡ് ഘടകം അവിടെ മീറ്റിംഗ് കൂടുന്നുണ്ട്. അപ്പോൾ അശോക് ദാവ്ളെ അവിടെ പോയിരുന്നു. ഇന്ത്യൻ പാർട്ടിയുടെ പ്രതിനിധിയായിട്ട് പോയത് അശോക് ദാവ്ളെയാണ്. അപ്പൊ അശോക് ദാവ്ളയെ പറ്റി അവിടെ പരിചയം ഉണ്ടല്ലോ അശോക് ദാവ്ളയുടെ. പക്ഷെ അശോക് ദാവ്ളയെ സമീപിക്കുന്നത് ആരാണ്? മുഹമ്മദ് ഷർഷാദാണ് സമീപിക്കുന്നത്. രാജേഷ് കൃഷ്ണന് പരിചയമൊക്കെ ഉണ്ടെങ്കിലും രാജേഷ് കൃഷ്ണൻ സംശയാസ്പദമാണെന്ന് അദ്ദേഹത്തിനും തോന്നിക്കാണും. അപ്പോൾ മുഹമ്മദ് ഷർഷാദ് പുഴു എന്ന് പറഞ്ഞ സിനിമയുടെ സംവിധായക രതീന PT-യുടെ ഭർത്താവാണ് മുഹമ്മദ് ഷർഷാദ്. അപ്പോൾ ഈ മുമ്പ് നമുക്കൊക്കെ പരിചയമുള്ള ഒരാളുടെ വീട് പണിയാനായിട്ട് ഒരു ആർക്കിടെക്റ്റ് ചെന്നു. വീട് പണിയാനായിട്ട് ഒരു കുടുംബനാഥൻ ഒരു ആർക്കിടെക്റ്റിനെ ഏൽപ്പിച്ചതാ. ഈ ആർക്കിടെക്റ്റ് ആ കുടുംബനാഥന്റെ ഭാര്യയും തട്ടിക്കൊണ്ടുപോയി. അപ്പോൾ വീട് പണിയാൻ പോയ ആർക്കിടെക്റ്റ് വീട് തകർത്തിട്ട് അങ്ങനെ ഒരു കുടുംബകഥ ഉണ്ട്. അങ്ങനെ അപ്പോൾ ആ കഥയുമായി ബന്ധപ്പെട്ട ആളാണ് ഈ എച്ച്മിക്കുട്ടി എന്നൊക്കെ പറയുന്ന കഥാപാത്രം. ഒരു റിയൽ ലൈഫ് സ്റ്റോറിയാണ്. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ ഈ രതീന പുഴു എന്ന് പറഞ്ഞ തല്ലിപ്പൊളി ഹിന്ദു വിരുദ്ധ പടം ഒരു രക്ഷയില്ലാത്ത പടമാണ് കേട്ടോ. അയാൾ ഏത് തരം ബ്രാഹ്മണനാണെന്നൊക്കെ ഉള്ളത്. കാരണം ഈ സ്ക്രിപ്റ്റ് എഴുതിയ ജിഹാദിക്ക് ഇത് എന്താണ് ഏതാണെന്നൊരു പിടിയില്ല. അപ്പം ഇത് എന്ത് സാധനമാണ്? കാരണം എന്താണെന്ന് വെച്ചാൽ അതിലൊരു ബ്രാഹ്മണൻ ആയിട്ട് മമ്മൂട്ടി
അഭിനയിക്കുന്നു. അയാളുടെ പെങ്ങൾക്ക് ഒരു ദലിതനുമായിട്ട് പ്രണയം. അപ്പോൾ ഇയാൾ ഭയങ്കര മൂരാച്ചിയായിട്ട് പെരുമാറുന്നു, ബ്രാഹ്മണൻ. ഇങ്ങനൊരു ആൻറ്റി ഹിന്ദു സാധനമാണ് ഈ പുഴു എന്ന് പറഞ്ഞത്, രതീന. അപ്പോൾ രതീന ഈ പടത്തിൻ്റെ സംവിധായികയായിട്ട് മമ്മൂട്ടിയൊക്കെ വെച്ച് സംവിധായക ആയതോടുകൂടി മുഹമ്മദ് ഷർഷാദിൻ്റെ കുടുംബം കോഞ്ഞാട്ടയായി. രതീനയുടെ വഴിക്ക് പോയി. അങ്ങനെ കോഞ്ഞാട്ട ആയതോടുകൂടി ഒരു പ്രതികാര ബുദ്ധി ഈ മുഹമ്മദ് ഷർഷാദിലുണ്ട് എന്നുള്ളത് കുറെ നാളായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഷർഷാദ് മമ്മൂട്ടിയും ചോദ്യം ചെയ്യുന്നുണ്ട് ഈ കൂട്ടത്തില്. മമ്മൂട്ടി എന്താ വിട്ടില്ല എന്നൊക്കെ അക്കാലത്ത് തന്നെയൊക്കെ ചോദിക്കുന്നത് അറിയാം. അപ്പൊ ഷർഷാദാണ് ആ സമയത്ത് ഷർഷാദുമായിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ ഷർഷാദാണ് ഈ വിവരങ്ങൾ മുഴുവൻ കൊണ്ടുവന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പത്തനംതിട്ടക്കാരനാണല്ലോ ഈ രാജേഷ് കൃഷ്ണൻ. അവിടെ SFIയുടെ ഏരിയ സെക്രട്ടറി ആയിരുന്നു. അതൊരു വശം. പത്തനംതിട്ടയിലെ പാർട്ടി. ഈ ഷർഷാദ് കണ്ണൂരിലെ പാർട്ടിയാണ്. അതെ, കണ്ണൂരിൽ അദ്ദേഹം ബ്രാഞ്ച് കമ്മിറ്റി അംഗമായിരുന്നു പാർട്ടിയുടെ തന്നെ. പിന്നെ DYFI ഭാരവാഹിയായിരുന്നു. പക്ഷെ കഴിഞ്ഞ കണ്ണൂരിലെ സമ്മേളനത്തിന്റെ ഇടയ്ക്ക് ഈ രാജേഷ് കൃഷ്ണൻ ഷർഷാദിനെ അവിടെ കൈകാര്യം ചെയ്തു. തല്ലി കഴിഞ്ഞപ്പോൾ പരാതി കൊടുക്കാൻ പോയപ്പോൾ ശശി ഇടപെട്ട് പരാതി സ്വീകരിക്കില്ല എന്ന് മനോരമ ഇന്ന് എഴുതിയിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞു. അപ്പൊ അതിൻ്റെ ഉണ്ട്. അപ്പൊ കണ്ണൂരിലെ പാർട്ടിയിലെ ഒരു വിഭാഗം നിസ്സംശയമായും ഷർഷാദിന്റെ കൂടെ ഉണ്ടെന്നുള്ളത് വളരെ വ്യക്തം. അപ്പോൾ ഷർഷാദ് ഇനി പോയ ആ റൂട്ട് നോക്കിയാൽ നമുക്ക് കൃത്യമായിട്ട് അറിയാം. അദ്ദേഹം ഈ അശോക് ദാവ്ളയുടെ അടുത്തെത്തിപ്പെടുന്ന ഒരു റൂട്ടുണ്ട്. അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് ഈ കോടിയേരി ബാലകൃഷ്ണൻ ചെന്നൈയിൽ ചികിത്സയ്ക്ക് പോയല്ലോ. അപ്പോൾ ഈ 2 ജില്ലാ സെക്രട്ടറിമാര് തമിഴ്നാട്ടിലെ കോടിയേരിയെ സ്ഥിരമായിട്ട് പരിചരിക്കാനായിട്ട് 2 ജില്ലാ സെക്രട്ടറിമാരെ ഏൽപ്പിച്ചിരുന്നു. അപ്പോൾ ഷർഷാദിന് ഇത് അവതരിപ്പിക്കാനുള്ള റൂട്ടൊക്കെ അന്വേഷിച്ച് നടക്കുമ്പോൾ അദ്ദേഹത്തിന് കണ്ണൂരിൽ നിന്ന് ഉപദേശം കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ കോടിയേരിയോട് ചെന്ന് പറയണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ തമിഴ്നാട് ഘടകത്തിനെയാണ് കോടിയേരി ചെന്നൈയിൽ ചികിത്സയ്ക്കുള്ളത് കൊണ്ട് തമിഴ്നാട് ഘടകവുമായി ഷർഷാദ് ബന്ധപ്പെടുകയാണ്. ഷർഷാദിനാണെങ്കിൽ ചെന്നൈയില് ബിസിനസ് ഉണ്ട്. അതെ, ചെന്നൈയിലാണ് പുള്ളി. അതെ, ചെറിയ ബിസിനസ് തുടങ്ങിയിട്ട് വലിയ ബിസിനസ്സുകാരനായ ഒരാളാണ്. അതേസമയം രാജേഷ് കൃഷ്ണന്റെ ഭാര്യയുടെ അച്ഛൻ ചെന്നൈ ആസ്ഥാനമാക്കിയിട്ട് ഇത് തുടങ്ങി, ഒരു കിങ്ഡം സെക്യൂരിറ്റി സർവീസ്. കിങ്ഡം സെക്യൂരിറ്റി സർവീസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ആളുകളാണെന്നൊക്കെ നമുക്ക് തോന്നും, അല്ലേ? ഇതൊരു കടലാസ് സംഘടനയാണ്. ഈ കിങ്ഡം സെക്യൂരിറ്റി സർവീസിലേക്ക് 74% ഇതിന്റെ ഫണ്ട് രാജേഷ് കൃഷ്ണന്റെ വന്നു. അവിടെയാണ് ED ഒക്കെ ഇനി കരുവന്നൂർ കഴിഞ്ഞ് രംഗപ്രവേശം ചെയ്യാൻ പോകുന്നത്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 74% ഒരു വിദേശിക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റില്ലല്ലോ. അതാണ് ഇതിൻ്റെ അകത്ത് ഈ ഹവാലയും റിവേഴ്സ് ഹവാലയൊക്കെ വന്നു എന്ന് പറയുന്നത്. റിവേഴ്സ് ഹവാല ഇടപാടാണെന്ന് VD സതീശൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ കിങ്ഡം സെക്യൂരിറ്റി സർവീസ്, ഭാര്യയും ലണ്ടനിൽ തന്നെയാണ് രാജേഷ് കൃഷ്ണന്റെ. ഭാര്യയുടെ പിതാവിന്റെ പേരിൽ തുടങ്ങിയ കടലാസ് കമ്പനിയാണ് രാജേഷ് കൃഷ്ണൻ തന്നെ. ഈ 74% പൈസ ഈ സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യാനൊന്നുമല്ല, അത് ഇവിടുത്തെ പാർട്ടി നേതാക്കൾക്ക് ഫണ്ട് കൊടുക്കാൻ വേണ്ടി രാജേഷ് കൃഷ്ണൻ ചെയ്തിട്ടുള്ളതാണ്. അതാണ് ഷർഷാദും ഒക്കെ ആരോപിച്ചിട്ട് ഇപ്പോൾ EDയും ഇൻകം ടാക്സും ഒക്കെ രംഗത്ത് വന്നിട്ട് ഈ സ്ഥാപനം തന്നെ പൂട്ടിപ്പോയി. കാരണം 74% എന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് ചോദ്യങ്ങൾ വന്നു അതിൻ്റെ അകത്ത്. റിസർവ് ബാങ്കും EDയും ഇൻകം ടാക്സും ഒക്കെ അതിൻ്റെ അകത്ത് കയറി വിദേശനാണ്യ വിനിമയ ചട്ടങ്ങളൊന്നും പാലിക്കാതെയാണ് ഈ പണം വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ അന്വേഷണം അതിൻ്റെ വഴിക്ക് നടക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഒക്കെ ഈ ഷർഷാദ് കയറി പറ്റിയിട്ട് ഈ കോടിയേരിയോട് ചെന്ന് ഇത് ആ കാലത്തൊക്കെ സംസാരിക്കുമ്പോൾ കോടിയേരിയുടെ കാലത്ത് ഒതുങ്ങിപ്പോയ ഒരു സംഭവമാണിത്. കോടിയേരിയുടെ കാലത്ത് കോടിയേരി തന്നെ മക്കൾ പ്രശ്നങ്ങളിലൊക്കെ പെട്ട് വലഞ്ഞിരിക്കുമ്പോഴാണ് ഈ ഇങ്ങനത്തെ ഒരു പ്രശ്നം കൈകാര്യം ചെയ്യാന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് അനാരോഗ്യ പ്രശ്നങ്ങളുണ്ട്. പക്ഷെ കോടിയേരിയുടെ മകനെതിരെ ഒരു ആരോപണം വന്നപ്പോൾ അത് ആ കേസ് അതിന്റെ വഴിക്ക് നടക്കട്ടെ എന്ന് പത്രസമ്മേളനം നടത്തിയ ഒരാളാണ്. അതെ,
അങ്ങനെ ഒന്നും എം പി ഗോവിന്ദൻ ചെയ്തില്ല. ഉം. എം പി ഗോവിന്ദനോട് മാധ്യമങ്ങൾ ചോദിക്കുമ്പോൾ അസംബന്ധം എന്ന് പറഞ്ഞ് ഒഴിയുകയാണ് ചെയ്തത്. കാരണം എം പി ഗോവിന്ദന്റെ മകൻ ശ്യാംജിത്ത് വേറൊരു കൊലക്കേസിൽ പ്രതിയാണ്. ഒരു പ്രധാനപ്പെട്ട കൊലക്കേസിൽ 13ാമത്തെ പ്രതിയോ മറ്റോ ആയിട്ട് അങ്ങേ ശ്യാംജിത്തിന്റെ പേരുമുണ്ട്. ശ്യാംജിത്ത് രഞ്ജിത്തിന്റെ അസിസ്റ്റന്റ് ഡയറക്ടറും ആയിരുന്നു. അങ്ങനെയാണല്ലോ രഞ്ജിത്ത് പിന്നെ ഈ പൊസിഷനുകളിലേക്കൊക്കെ വരുന്നത്. അതിലും ശ്യാംജിത്തിന്റെ വഴിയും ഒക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ പിന്നീട് ഇദ്ദേഹത്തിന് അശോക് ദാവളെ മറ്റേ പ്രതിനിധിയായിട്ട് പങ്കെടുത്തു എന്ന് കണ്ണൂർ സഖാക്കൾ തന്നെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ലണ്ടനിൽ. അപ്പൊ രാജേഷ് കൃഷ്ണന്റെ വിവരം ആ ഘടകത്തിന്റെ മീറ്റിങ്ങിൽ പങ്കെടുത്ത അശോക് ദാവളെ, ലണ്ടനിലെ ഘടകത്തിന്റെ ആ ഫ്രാക്ഷൻ ഇതൊക്കെ നോക്കുന്ന അശോക് ദാവളയാണല്ലോ. അപ്പൊ അശോക് ദാവളയുടെ അടുത്ത് വേണം ഇത് എത്തിക്കാൻ എന്നുള്ള ഉപദേശം കിട്ടുന്നു. ചിലപ്പോൾ കണ്ണൂർ റൂട്ടിൽ ആ കൃത്യമായ വഴിയൊക്കെ ഉണ്ട്. MA ബേബിയും ഒക്കെ ചിലപ്പോൾ സഹായിച്ചിട്ടുണ്ടാകാം. ബേബിക്ക് അയച്ച ഇമെയിൽ ചോർന്നു. അതെ, ബേബി മറ്റേ അവിടെ നിന്ന് ഇറക്കി വിടുന്നത് മധുരയില്. അത് വേറെ ആളുകളും അതിൻ്റെ ഒക്കെ EP ജയരാജനെ പോലുള്ളവരും ഒക്കെ ഇടപെട്ടിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അശോക് ദാവളെ പിന്നെ തലേന്ന് തന്നെ CC ചേരണമെന്ന് നിർബന്ധിച്ചാണല്ലോ, തീരുമാനം എടുത്താണ് ഇയാൾ പങ്കെടുപ്പിക്കരുത്, ഇയാള് മറ്റേ ഷെയ്ഡി ക്യാരക്ടർ മുമ്പ് പറഞ്ഞില്ലേ, VS ഒരാളെ പറ്റി പറഞ്ഞില്ലേ എന്ന് പറഞ്ഞ പോലെ ഇയാൾക്ക് അവിടെ നിന്ന് പോകേണ്ടി വരുന്നു. അപ്പോൾ ഇയാൾക്ക് എന്തായാലും ഈ ശ്യാംജിത്ത് വഴിയോ, അതാണല്ലോ ഷർഷാദ് പറയുന്നത്, സംസ്ഥാന കമ്മിറ്റിക്ക് ഇത് കൊടുത്തിരുന്നു പിന്നീട്. അപ്പോൾ സംസ്ഥാനത്ത് നിന്ന് കിട്ടിയതായിരിക്കും എന്ന് ഷർഷാദ് പറയുന്നു. പക്ഷെ എനിക്ക് ഈ പാർട്ടിയിലെ കാര്യങ്ങൾ അറിയാവുന്നിടത്തോളം ഇത് ഷർഷാദ് തന്നെയായിരിക്കണം എങ്ങനെയെങ്കിലുമൊക്കെ എത്തട്ടെ എന്ന് പറഞ്ഞ് മാധ്യമങ്ങളിലൊക്കെ എത്തിച്ചതെന്നാണ് ഞാൻ കരുതുന്നത്. എത്തിച്ചത്. പക്ഷെ ഇതിപ്പോ മറ്റേ രാജേഷ് കൃഷ്ണൻ കൊണ്ടുപോയിട്ട് ഒരു പണി ഡൽഹി ഹൈക്കോടതിയിൽ കൊടുത്തിട്ടുണ്ട്. ഇതും വന്നിട്ടുണ്ട്. ഇതിൻ്റെ അകത്തിപ്പോ PK ബിജുവിന് ധാരാളമായിട്ട് രാജേഷ് കൃഷ്ണൻ ഫണ്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് പൊതുവെ ബിജുവിനെ അറിയുന്നവർക്കും മറ്റേ രാജേഷ് കൃഷ്ണനെ അറിയുന്നവർക്കും അറിയാം. പറയുന്നുണ്ട് ഇപ്പോൾ ഇതൊക്കെ ഇപ്പോൾ വരുന്നുണ്ടല്ലോ. P ശശിയുടെ പേര് വന്നിട്ടുണ്ട്, MB രാജേഷിന്റെ പേര് വന്നിട്ടുണ്ട്. MB രാജേഷ് ഞാൻ എത്ര അനുഭവിച്ചു കഴിഞ്ഞു എന്ന് വലിയ സങ്കടത്തോടു കൂടി എന്ന് പറയുന്നുണ്ടായിരുന്നു. പിന്നെ P ശ്രീരാമകൃഷ്ണന്റെ റോൾ ആശാൻ ഇപ്പൊ കളത്തിലില്ല. അസുഖമൊക്കെ ഉണ്ട്, അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് തോമസ് ഐസക്കിന്റെ കാര്യം കട്ടപ്പകയാകും എന്ന് എനിക്ക് തോന്നുന്നു. അല്ലെങ്കിൽ തന്നെ തോമസ് ഐസക്ക് പിണറായി വിജയന്റെ നല്ല പുസ്തകത്തിലല്ല, ഗുഡ് ബുക്സിലല്ല. അപ്പോൾ സെക്രട്ടേറിയറ്റിലും ഒക്കെ ഉള്ള അദ്ദേഹത്തിന്റെ എന്തായാലും ഇത് ചർച്ച ചെയ്യാതിരിക്കാൻ പറ്റില്ല. ഇത് വലിയ പുലിവാലായിട്ട് പാർട്ടിയെ ഇപ്പോൾ ഒലച്ചിരിക്കുകയാണിത്. ഇങ്ങനൊരു പ്രതിസന്ധി പാർട്ടിയിൽ പഴയ വിഭാഗീയതയൊക്കെ വന്നിട്ടുണ്ടെങ്കിലും പലതരം അഴിമതികളും ഒക്കെ മറ്റേ ആന്ധ്ര അരി കുംഭകോണമൊക്കെ ആദ്യ സർക്കാരിനെയൊക്കെ വന്നിട്ടുണ്ടെങ്കിലും ഈ കാലത്ത് ഈ വിഭാഗീയതയുടെ കഴിഞ്ഞ ഒരു 10-25 കൊല്ലത്തിൻ്റെ ഇടയ്ക്ക് ഇതുപോലെ പാർട്ടിയെ മൊത്തത്തിൽ ഉലയ്ക്കുന്ന പാർട്ടി സെക്രട്ടേറിയറ്റ്, മുഖ്യമന്ത്രിയുടെ ഓഫീസ്, സംസ്ഥാന സെക്രട്ടറിയുടെ മകൻ ഇങ്ങനെ മൊത്തം പോളിറ്റ് ബ്യൂറോ, അതെ PB ഉൾപ്പെടെ. കാരണം PB കൊടുത്തിരിക്കുന്ന രേഖ ചോർന്ന് ഈ രാജേഷിന് കിട്ടി. രാജേഷ് അത് സത്യവാങ്മൂലം സഹിതം ഹൈക്കോടതിയിൽ അവതരിപ്പിച്ചു. പിന്നെ അശോക് ദാവളെ മഹാരാഷ്ട്രയിൽ നിന്നുള്ളൊരു സഖാവാണ്. അദ്ദേഹത്തിന് പ്രത്യേകിച്ചൊന്നും നോക്കേണ്ട കാര്യമില്ല, നല്ല പശ്ചാത്തലമൊക്കെ ഉള്ള ആളാണ്. അപ്പൊ അദ്ദേഹം ഇത് മുറുകെ പിടിക്കാനാണ് സാധ്യത. കാരണം അതിൻ്റെ അകത്തൊരു ബുദ്ധിയുണ്ട് ഈ അശോക് ദാവളയെ ഇതിലേക്ക് വലിച്ചിടുന്നതിൽ തന്നെ. കാരണം വേറൊരു സംസ്ഥാനത്ത് നിന്നുള്ള ഒരാളാവുമ്പോ മറ്റ് സമ്മർദ്ദങ്ങളൊന്നും പ്രശ്നമില്ല, പിണറായിയെ പേടിക്കേണ്ട കാര്യമില്ല. ഒന്നും നോക്കാം. കാരണം അശോക് ദാവളയ്ക്ക് എന്തൊക്കെയാണ് അവിടെ മുഖ്യമന്ത്രി ഒരു മന്ത്രി പോലും ആവാൻ പറ്റില്ല. കാരണം ജീവിത സായാഹ്നത്തിലും ഒരു എന്റർടൈൻമെന്റ് ആണ് പാർട്ടി പോളിറ്റ് ബ്യൂറോ അംഗമായിട്ട് അവിടെ ഇരിക്കുക, ഇങ്ങനെ പണിതുകൊണ്ടിരിക്കുക എന്നുള്ളത്. അദ്ദേഹത്തിനാണെങ്കിൽ വേറെ ദൗത്യമൊന്നും പാർട്ടി ഏൽപ്പിക്കാനും സാധ്യതയില്ല. അപ്പൊ അദ്ദേഹത്തിന് ഇത് തന്നെ നോക്കി, ഇത് തന്നെ പയറ്റി ഒരു കേരള ഘടകം. പക്ഷെ വേറെ കാര്യമുണ്ട്, ഇതിനകത്ത് ഒരുപാട് സാമ്പത്തിക ഇടപാടുണ്ട്, ധാരാളമുണ്ട്. അപ്പോൾ ദാവളയ്ക്കും ധാരാളമായി എന്തെങ്കിലും കിട്ടിയാലോ? അത് ആര് കൊടുക്കുന്നുള്ളത് നമുക്കറിയില്ല. കാരണം ഷർഷാദും, കാരണം പാർട്ടിയിൽ 2 ചേരി, പത്തനംതിട്ട ചേരി, കണ്ണൂർ ചേരി.
അതുപോലെ ധാവളെ ഇതില് ഉം. രാജേഷ് കൃഷ്ണന് എതിരായിട്ട് നിൽക്കുന്നു. ഷർഷാദ് അല്ലേ അശോക് ധാവളയ്ക്ക് ഉം. ഇവിടെ കൂടെ ഭാഗത്ത് കൂടെ നിൽക്കുന്നു. അപ്പൊ രണ്ട് സമ്പന്നന്മാരും ഉണ്ട് രണ്ട് ചേരിയില്. ഉം. അതുകൊണ്ട് ഏതെങ്കിലും ഒരു വിഭാഗം ഉം. ഉടനെ തകർന്നടിയേണ്ട കാര്യമൊന്നുമില്ല. കാരണം ഇപ്പോ പക്ഷെ ഒരുപക്ഷെ ഇത് ചായക്കോപ്പയിലെ കൊടുക്കാറ്റ് പോലെ വിളിച്ചിരുത്തി എല്ലാം പറഞ്ഞ് കോംപ്ലിമെന്റ്സ് ആക്കാനും മതി. പക്ഷെ കേസ് കിടപ്പുണ്ടല്ലോ. കേസ് കാരണം കേസ് സെപ്റ്റംബറിൽ വീണ്ടും കേസ് വരുന്നുണ്ട്. പിൻവലിച്ചാ പോരെ. കേസ് പിൻവലിക്കണം. ഉം. അപ്പോ പക്ഷെ ഇത് വല്ലാതെ ഇതിന്റെ Damage വിഷം ഉം. വിഷം വല്ലാതെ ഉം. പാർട്ടി ഗാത്രത്തിൽ ഇങ്ങനെ പടരും. അതെ അതെ. വിഷമായിട്ടും കുഷ്ഠമായിട്ടും ഒക്കെ പടരും. ഏതായാലും നമുക്ക് ഇത് എങ്ങോട്ട് പോകും നോക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.